റോഷാക്ക് എന്ന സിനിമയിലെ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൊലപാതകയായ രണ്ടുപേരെ കൊന്നു സ്വത്തും അടിച്ചുകൊണ്ട് വന്ന സ്വന്തം മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വില്ലന്റെ മുമ്പിൽ പോയി നിന്ന് ഞാൻ തന്നെയാണ് എന്റെ മകൻ എന്ന് ക്രൂരമായ മുഖത്തോടു കൂടി പറയുന്ന ഒരമ്മ. അതാണ് അമ്മ എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അഫാന്റെ കേസിലേക്ക് വരുമ്പോൾ അഫാന്റെ അമ്മയാണ് അമ്മ എന്നും പറഞ്ഞ കുറെ പേര് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശ്രീകണ്ഠൻ നായരെ കണ്ട് ബോധം വന്ന അഫാന്റെ ഉമ്മ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇളയ മകൻ നഷ്ടപ്പെട്ടു, മൂത്ത മകനാണ് എന്റെ പ്രതീക്ഷ, എന്റെ മകനെ ഒന്ന് ഇറക്കി തരൂ എന്നാണ്. 5 പേരെ കൊന്ന, സ്വന്തം മകനടക്കം 5 പേരെ കൊന്ന, ജനിപ്പിച്ച മാതാവിനെ കൊല്ലാൻ നോക്കിയ ഒരു മകനെയാണ് പ്രതീക്ഷ എന്നിവർ അടയാളപ്പെടുത്തുന്നത്. എനിക്കിവര് റോഷാക്കിലെ ബിന്ദു പണിക്കരാണ് എന്ന് തന്നെ പറയാനുള്ളൂ. അഫാൻ അല്ല കുറ്റവാളി എന്ന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഫാനെ വളർത്തി ഇതുപോലെയാക്കിയ ഇവരാണ് കുറ്റവാളി. 5 പേരെ കൊന്ന മകൻ ഒരു തെറ്റുകാരനാണെന്ന് ഇപ്പോഴും ആ അമ്മ വിശ്വസിക്കുന്നില്ല. അവനെ വീണ്ടെടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ശ്രീകണ്ഠൻ നായർ അഫാന്റെ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കാം എന്നും പറഞ്ഞു ചെന്നൊരു വാർത്തയും ഇന്നലെ കണ്ടിരുന്നു. എന്താണ് ശ്രീകണ്ഠൻ നായരെ താങ്കൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടുത്തെ കുട്ടികളോട് താങ്കൾ നൽകുന്ന സന്ദേശം എന്താണ്? പഠിക്കണ്ട, വീട്ടുകാർ പറയുന്ന കേൾക്കണ്ട, ജോലിക്ക് പോകണ്ട, ഒരു നിലയിലും മുന്നേറണ്ട, മയക്കുമരുന്നടിക്ക്, 4 പേരെ കൊല്ലാൻ നടക്ക്, തലക്കടിച്ചു കൊല്ലു, സ്വന്തം അമ്മയടക്കം തലക്കടിച്ചിട്, ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാം. ഇതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? സത്യം പറഞ്ഞാൽ അഫാന്റെ ഉപ്പ വളരെ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പോഴും ഇവരെ കളഞ്ഞിട്ട് പോകാതെ സഹിക്കുന്നത്. ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഒരു വീടും 2 മക്കളും ഏൽപ്പിച്ചിട്ടല്ലേ ആ അച്ഛൻ അങ്ങോട്ട് പോയത്? അയാൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകും എന്ന് കരുതി ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ അയാൾ പറഞ്ഞോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ വിചാരിച്ചു? ഇപ്പൊ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹത്തിന് സ്വന്തം സഹോദരനില്ല, പെറ്റ അമ്മയില്ല ജീവനോടെ, സ്വന്തം മകനാണ് അവന്റെ കൈ കൊണ്ട് അവർ ഇല്ലാതാക്കിയത്. ആ മകനെ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ അമ്മയെ റോഷാക്കിലെ ബിന്ദു പണിക്കർ എന്നല്ലാതെ വേറെ എങ്ങനെ അടയാളപ്പെടുത്തും? ഇതാണോ അമ്മ? നിങ്ങളൊന്ന് പറഞ്ഞേ.